ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിലാണ്. അതായത് ബൈ സബിസ്കാ ജഗ നാം നേപ്പാൾ ചോക്ക്. അപ്പോൾ നേപ്പാൾ ചോക്കിലാണ് നമ്മൾ എത്തിയേക്കണത്. അപ്പോൾ കുട്ടൂസന് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിക്കണം കേട്ടോ. മൊത്തം പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഇവിടെ 2-3 പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. 2 കടയായിട്ടാണ്, അപ്പുറത്തും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ കുറേ പയ്യന്മാരുണ്ടായിരുന്നു. അതിനകത്ത് ഇവനുണ്ടല്ലോ, ഇവൻ അടിപൊളിയാണ്. ഇവൻ വന്നിട്ട് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണായിരുന്നു. ഉസ്കാ നാം ബുദ്ധ ഓനാം ബുദ്ധ. അപ്പോൾ ബുദ്ധ എന്ന് തന്നെ ഉണ്ട് അവൻ്റെ പേര്. ഞാൻ വിചാരിച്ച് വിളിക്കണായിരിക്കും എന്ന് വിചാരിച്ചാൽ. അതുപോലെ തന്നെ ഈ ഹോട്ടലിലെ ബ്രോയുണ്ട്. അപ്പോൾ ബ്രോ പോയിട്ട് വരാം, താങ്ക് യു. അത് നമ്മൾ രാവിലെ തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ. ഇനി കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ റോഡ് ഈ റിവറിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കയറ്റങ്ങൾ വരും. അങ്ങനെ നമ്മൾ താഴെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേളിൽ നിന്നൊരു പയ്യൻ നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോൾ അവനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, അവൻ്റെ വീടാണിപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് കയറി വന്ന്. അതുപോലെ തന്നെ കുട്ടൂസനെ അവിടുത്തെ ഒരു കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവൻ്റെ വീട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഴി ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ഥലവും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് താഴത്തൊക്കെ വണ്ടികളൊക്കെ പോണ കാഴ്ചകളൊക്കെ കണ്ട് റിവറൊക്കെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ അവനിപ്പോൾ വീട്ടിലേക്ക് പോയേക്കണേ. അവൻ വന്ന് കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും നമ്മളിനി ഇവിടുന്ന് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ 1 2 3 പ്രൊട്ടക്ഷൻ ഗാർഡാണ് കേട്ടോ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 3 പേരാണ് ഇവിടെ ഉള്ളത്. 3 കറുത്ത്. രാത്രിയാണെങ്കിൽ ഇവന്മാരെ കാണുകയും കൂടി ഇല്ല. ഡാ ഹലോ ഹായ്. അവനപ്പോൾ ഹായൊക്കെ പറയണ്ട് വാലെ കാട്ടിയിട്ട്. ഒരുത്തനെ ഉറക്കമാണ്. അങ്ങനെ ആ 3 എണ്ണവും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ മേളിൽ കയറി ഇപ്പോൾ ഇരിക്കണാണ്. അവനിപ്പോൾ വരാന്ന് പറഞ്ഞ് പോയതാണ്, കാണാനില്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയേക്കണാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ താഴെ കൂടി സൈക്കിൾ ചെയ്ത് വരാൻ നേരത്തെ ഇവിടെ നിന്ന് ഒരു ഒച്ചയായിട്ടപ്പോൾ നോക്കി. അവൻ കുറേ നേരം വിളിക്കണേ. ഞാൻ എന്താ ഒച്ചയാക്കണമെന്ന് പറഞ്ഞ് പൊക്കത്ത് നോക്കിയപ്പോഴാണ് ഒരു പയ്യനോട് ഇന്ന് വിളിക്കണത്. പിന്നെ നമ്മൾ കുട്ടൂസനെ എടുത്ത് അവിടെ വെച്ചിട്ട് നേരെ മേളിലേക്ക് കയറി വന്നാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ ബ്രോ നമുക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ബ്രോ നമ്മളെ വിളിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നേരത്തെ ഇന്ത്യയിൽ നിന്ന് 2-3 ട്രാവലേഴ്സ് വന്നപ്പോഴേക്കും അവരൊക്കെ പുള്ളിക്കാരനായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഇവരൊക്കെ ആയിട്ട് നല്ലോണം കമ്പനി ആയിട്ട്. അപ്പോൾ ഇവന്മാർ മൊത്തം നമ്മുടെ അടുത്ത് വന്നിരിക്കണാണ്. ഇതെന്ന് പറഞ്ഞാൽ इसका नाम क्या है? इसका नाम ഹാച്ചി എന്നാണ്. അതുപോലെ തന്നെ ഇവൻ്റെ പേരാണ് കാലിന്ന്. കാലി. അതുപോലെ തന്നെ അവിടെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ വേറൊരു ബാബ വന്നിട്ടുണ്ട്. ബാബയും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു മുത്തച്ഛനാണെന്നോ തോന്നണത്. മുത്തച്ഛനാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടൊക്കെ ഇവിടെ ഇരിക്കണം. ഇപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ബൈ സബ് ജായേഗാ ടാറ്റാ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്.
അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് കണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു ചാലാണിത്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് ഇന്നലത്തെ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായി. ഇന്നലെ നല്ലോണം വേർത്തിട്ടാണ് വന്നത്. അപ്പോൾ മാറിയ ഡ്രസ്സ് ഇവിടെ വന്നിട്ട് കുട്ടൂസനെ ഇവിടെ നിർത്തിയിട്ട് ഈ സൈഡിലിരുന്നിട്ട് ആണ് നമ്മൾ അലക്കിയത്. അലക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ലഗേജിൻ്റെ പൊക്കത്ത് വിരിച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ ഇത് ഉണങ്ങി കിട്ടും. വെള്ളം കണ്ട ക്ലിയർ വെള്ളം ഉണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നിരപ്പായിട്ടുള്ള താഴെ കൂടിയുള്ള വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ്. അപ്പോൾ നെല്ലെല്ലാം വിളഞ്ഞിരിക്കണേ. രണ്ടു മണിയൊക്കെ എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കണ റോഡെന്ന് പറഞ്ഞാൽ ഈ റിവറിൻ്റെ സൈഡിൽ കൂടി തന്നെയുള്ള വഴിയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് കയറ്റവും ഇറക്കവും ആയതുകൊണ്ടിട്ട് നമുക്ക് നല്ലോണം യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ റോഡിൽ. അപ്പോൾ കുട്ടൂസിനായിട്ട് നമ്മൾ ചവിട്ടി തന്നെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് വെറും 60 കിലോമീറ്റർ 65 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാഠ്മണ്ഡുവിലേക്ക്. ഇപ്പോൾ നമ്മൾ നാളെ എന്തോന്നാലും കാഠ്മണ്ഡുവിലെത്തും. അപ്പോൾ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായി കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ ഈ റോഡ് മൊത്തം പൊളിഞ്ഞടക്കണേണ്. അങ്ങനെ ഇപ്പോൾ സമയം 5:30 ആയപ്പോഴേക്കും നമ്മൾ വന്നിട്ടിരിക്കണ വഴിയിൽ കണ്ട ഒരു നല്ലൊരു കാഴ്ചയാണ്. അത് നമ്മൾ ആ വഴിയാണ് കേട്ടോ വന്നത്. ആ വഴി അവിടെ കാണുന്ന ഒരു ടൗൺ ഏരിയയാണ്. ടൗൺ ഏരിയൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും മല കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ നേരെ കാണാനായിട്ട് നല്ല രസമുണ്ട് ആ കാഴ്ച. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം. കുറച്ചും കൂടി പോയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ യാത്ര ചെയ്ത് വരാൻ നേരത്ത് പെട്ടെന്ന് ഇരുട്ടായപ്പോഴേക്കും ഒന്നും എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എത്തിപ്പെട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കയറി വരുമ്പോൾ ഉള്ളൊരു ടേണിങ്ങിലാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ രാത്രി വന്നപ്പോൾ നമുക്കതൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. 5:30 കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് കുറച്ച് 2-3 പിള്ളേരൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരാണ് പറഞ്ഞത് രാത്രി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ പുലിയൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞാൽ പുലിയൊക്കെ ഇറങ്ങും. ഇവിടുന്ന് ഉള്ള വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു താഴത്തേക്ക് ഒരു വഴി കൊണ്ട്. അപ്പോൾ ഈ വഴി താഴെ അറ്റത്താണ് ഒരു വില്ലേജ് ഉള്ളത്. അപ്പോൾ ഈ വില്ലേജിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു നമ്മൾ രാവിലെ പരിചയപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ അവരാണ് പറഞ്ഞത് രാത്രി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ താഴെ കാണുന്നതും അതുപോലെ തന്നെ നമ്മൾ നിന്നേച്ചതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണിത്. അപ്പോൾ നമുക്കിനി പോകാനായിട്ടുള്ള കയറ്റം ഉണ്ട് അങ്ങോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇറക്കം വരും. ഇന്നെന്തായാലും നമ്മൾ കാഠ്മണ്ഡു എത്തുമെന്ന് തന്നെ വിചാരിക്കണ്. അപ്പോൾ കുട്ടൂസനെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ കുട്ടൂസനെ സൈഡിൽ തന്നെ വെച്ചിട്ട് നമ്മൾ സൈഡിൽ സ്ലീപ്പിംഗ് ബാഗ് വിരിച്ചിട്ട് ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ സമയം എന്ന് പറഞ്ഞാൽ 5:30 കഴിഞ്ഞിട്ടു. 5:30 എപ്പോഴും നല്ല തണുപ്പാണ് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് പയ്യെ കുട്ടൂസനെ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പയ്യെ ഇനി മല കയറി തുടങ്ങണം. ഇന്നെന്തായാലും കാഠ്മണ്ഡു എത്തുമെന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കണ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു കട തുറന്നപ്പോഴേക്കും ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കുട്ടൂസനായിട്ട് കയറിയേക്കണേണ്. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വേണം വീണ്ടും മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇനി താഴ്ച വരും. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ. അതുപോലെ തന്നെ ചുറ്റുപാട് കാണാനാണെങ്കിൽ നല്ല രസമാണ് താഴത്തേക്ക്. വാവ്, ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വന്ന ഒരു സമയത്തെ കാഴ്ച കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ നേപ്പാൾ മുഴുവൻ
അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 5 ദിവസത്തിന് മേളിലായിട്ട് നമ്മൾ കാഠ്മണ്ഡുവിലേക്കുള്ള മലകൾ കയറി ഇന്ന് നമ്മൾ കാഠ്മണ്ഡു എത്തുമെന്ന് തന്നെ വിചാരിക്കണം. കാരണം ഇനി ഇവിടെ നിന്ന് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാഠ്മണ്ഡുവിലേക്ക്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. കയറ്റമൊക്കെ കയറി പയ്യെ ഇറങ്ങിയല്ല ഇന്ന് വൈകുന്നേരം കൊള്ളിച്ചിട്ട് കാഠ്മണ്ഡു എത്തുമെന്ന് തന്നെയാണ് വിചാരിക്കണം. വൈകുന്നേരം അവിടെ എത്തണമെങ്കിൽ കാഠ്മണ്ഡുവിൽ നമുക്കൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺടാക്റ്റിൽ ആ ചേട്ടൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ നമ്മൾ ഈ വഴി വന്നിട്ടിരിക്കാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ ഒരു റോഡ് പണിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പൈസാവ് നമ്മളെ കണ്ടപ്പോഴേക്ക് നമ്മളെ വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായക്കടയിൽ കയറിയതാണ്. അപ്പോൾ ഈ ചായക്കട കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്നുള്ള ചായ കുടിക്കണ ആംബിയൻസ് കാണിച്ചു തരാം. അപ്പോൾ ചായ എടുത്തിട്ട് അതുപോലെ തന്നെ भाई साहब आपका नाम? हमारा नाम शिवलाल। शिवलाल और बिहारी है? बिहार से. അപ്പോൾ ബീഹാറിലുള്ള ഭായാണ്. അപ്പോൾ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഇസ്ക ജഗ का नाम क्या है बाबा? ദാഹൽ ദാട കാബ്രി. ദാഹൽ ദാട കാബ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് നേപ്പാളിൽ. ഇവിടുന്ന് 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കിനി കാഠ്മണ്ഡുവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാ വയസ്സാവും നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു. ഹായ്. ഇവിടുത്തെ റേഡിയോയിൽ നേപ്പാൾ റേഡിയോ അങ്ങനെ നമ്മൾ മല കയറി മേളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിക്ക സ്ഥലത്തും കാണാനായിട്ട് ഈ ബാങ്കിൻ്റെ അടി. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ? അങ്ങനെ നമ്മൾ താഴെ നിന്ന് കുട്ടൂസനായിട്ട് ഉന്തി കയറി തുടങ്ങിയപ്പോഴേക്കും താഴെ വെച്ചിട്ട്, അതായത് നമ്മൾ കുറച്ചു മുമ്പ് നിർത്തിയ സ്ഥലത്തുനിന്ന് നമ്മുടെ ഒപ്പം കയറി തുടങ്ങിയ ഒരമ്മൂമ്മയുണ്ട പുറകിൽ വന്നത്. അപ്പോൾ തലയിൽ ഇങ്ങനെ വെയിറ്റൊക്കെ വെച്ചിട്ട് പുറകിൽ പാലാണ്, പാലും കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മേളിൽ ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഇവിടെ നിന്ന് പാലൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ താഴെ നിൽക്കാൻ നേരത്ത് കണ്ടാണ്. താഴെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നിൽക്കാൻ നേരത്ത് ഈ അമ്മൂമ്മ അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ കുട്ടൂസനായിട്ട് ഉന്തി പൊക്കത്ത് എത്തിയപ്പോഴേക്കാണ് അമ്മൂമ്മ നമ്മളൊപ്പം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ളതാണ്. തലയിൽ വെച്ചിട്ട് ഇങ്ങനെ രാവിലെ തന്നെ ചുമന്ന് നടന്ന് ഇവിടത്തോളം എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മാത്രം ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ഒരു ചെറിയൊരു മന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് പോകുന്നുണ്ട് പൊക്കത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മേളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മന്ദിറിൽ നിന്നുള്ള വ്യൂ നല്ല രസമായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് റോഡ്. നമ്മൾ കുട്ടൂസിനെ വെച്ചിട്ട് ഇന്ന് മേളിലേക്ക് കയറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ മേളിൽ കയറിയിട്ടുള്ള മന്ദിറിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് മെയിൻ പ്രതിഷ്ഠ, ദേവിയുടെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ കാണാനായിട്ട്. നമ്മൾ കുട്ടൂസനെ താഴെ റോട്ടിൽ തന്നെയാണ് വെച്ചേക്കണേ. കുട്ടൂസനെ എടുത്തിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ
പോകുന്ന വഴിയിൽ മേളിലൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ വില്ലേജിൽ നിന്ന് ഒരമ്മൂമ്മ ഇറങ്ങിയവനാണ്ടാ. തലയിൽ നല്ല അത്യാവശ്യം വെയിറ്റൊക്കെ ആയിട്ടാണ്. ഈ അമ്മൂമ്മ പാലാണ് കേട്ടോ കൊണ്ടുവന്നത്. പാല് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ അമ്മൂമ്മ ഇവിടെ നിന്ന് താഴത്തേക്ക് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ മേളിലൊരു വലിയ ആലൊക്കെ നിൽക്കണ കാണാനായിട്ട് നല്ല രസമുണ്ട് മലയുടെ ഒക്കത്ത്. അപ്പോൾ ഈ വണ്ടിയിലെ ചേട്ടൻ നമ്മൾ താഴെ നിന്ന് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ കണ്ടപ്പോഴേക്കും ഓതർജാക്കിയായ. അപ്പോൾ ഈ ചേട്ടനെ നമ്മൾ താഴത്തുനിന്ന് കണ്ടിട്ട് ചായയൊക്കെ മേടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കത്തേക്ക് വന്നപ്പോഴേക്കും ഈ ചേട്ടൻ പൊക്കത്ത് പോയിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങണേണ്. ഹായ്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം ഉണ്ട് പൊക്കത്ത് എത്താറായി. ഇനിയിപ്പോൾ താഴ്ചയിലേക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോഴേക്കും ഇവിടെ കയറിയതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് പാസ്ത ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കടല റോസ്റ്റും ഇത് കിഴങ്ങി. ഇവിടെ വേറൊരു ബജ്ജി പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ദീദി इसका नाम क्या है? मालपुआ. मालपुआ. मालपुआ इसका शेन रोटी चावल का. അപ്പോൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ് ഇത്. ആ റൊട്ടി ഉണ്ട്. അതുപോലെ തന്നെ और नॉर्मल रोटी. हाँ ये परोठा है लाचा परोठा. हाँ हमारे गाँव में मैं केरला से आया. हाँ അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാസ്തയാണ്. പാസ്ത പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് വീണ്ടും യാത്ര ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യണം. ഇന്ന് എന്തായാലും നമ്മൾ കാഠ്മണ്ഡു എത്തിപ്പെടും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ. പാസ്ത വന്നിട്ടുണ്ട്. ഇവിടെ പാടി ഏരിയയിലുള്ള മുളകും സവാളയും കൂടി ഇട്ട ഒരു സാലഡ് ഉണ്ട്. മുളക് മുളകാണ് ഡേഞ്ചറാന്ന് പറഞ്ഞ താഴ്ത്തുന്ന ഒരാൾ പറഞ്ഞു. അടിപൊളി എരിവാണ്. അതുപോലെ തന്നെ രാവിലെ 6 മണി തൊട്ടിട്ട് 10 മണി വരെ മല ഉന്തി കയറ്റി ക്ഷീണിച്ച് എന്നിട്ട് പാസ്ത കഴിക്കാൻ ഒരു ഫീലുണ്ടല്ലോ. അടിപൊളി. അങ്ങനെ അവിടെ ഒരു നമ്മൾ ബജ്ജി പോലെ കണ്ട ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ ഉള്ള ഒരു ഫ്ലേവറിലുള്ള ഒരു സാധനം ഉണ്ടാവും. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല നിശബ്ദതയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വന്നിപ്പോൾ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കടയിലുള്ള ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ആ ചേട്ടൻ എന്തായാലും പരിചയപ്പെടാം. Manish Shrestha. Manish Shrestha. Yeah. Manish Shrestha. I am the local resident of this place.
इसका जगह का नाम दुलिकल दुलिकल DHULIKHL दुलिकल 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 എന്നാണ് അപ്പോൾ इधर से काठमांडू कितना किलोमीटर है 30 kilometer away 30 അപ്പോൾ ഇനി 30 കിലോമീറ്റർ കൂടി ഉള്ള കാഠ്മണ്ഡുവിലേക്ക് ഇപ്പോൾ ഏകദേശം Small gift for you I love दुलिकल ഓക്കെ താങ്ക് യു സ്റ്റിക്കർഡ് ഇൻ മൈ സൈക്കിൾ അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ ഐ ലവ് ദുലിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ കുട്ടൂസനിൽ ഒട്ടിക്കണായിരിക്കുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചേട്ടൻ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന പറഞ്ഞിട്ട് ചായയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോയാൽ അതിന് 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ താങ്ക് യു Want to have some biscuits? No, it's okay. ചായ അത് നിക്കോൽ എന്ന് പറഞ്ഞാൽ നേപ്പാളിലൊരു അത്യാവശ്യം വലിയൊരു ടൗൺ ഏരിയ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കണോണ്ടിട്ട് മൊത്തം പൊടിയൊക്കെയാണ്. അതുപോലെ തന്നെ നിറയെ ആൾക്കാരും ബിൽഡിങ്ങുകളും വണ്ടികളൊക്കെ ആയിട്ട് നിറയെ തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. ഈശ്വർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ കോണ്ടാക്റ്റാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ അങ്ങോട്ടേക്ക് ഇനി ഇവിടെ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇന്ന് ആ ചേട്ടൻ്റെ കൂടെ ആയിരിക്കുള്ളൂ. നാളെ എന്നിട്ട് നമുക്ക് വേറൊരു കോണ്ടാക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ആ ബ്രോനെ പോയിട്ട് കാണണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാഠ്മണ്ഡുവിൽ ഓരോ സ്ഥലങ്ങൾ പോയി കവർ ചെയ്തിട്ട് വേണം കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കറയിലേക്ക് ആയിരിക്കുള്ളൂ. പൊക്കറ പോയിട്ട് പൊക്കറാന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ കാലിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മല കയറിയിട്ട് കാഠ്മണ്ഡുവിലെത്തി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ കാഠ്മണ്ഡുവിലേക്ക് നമ്മുടെ കുട്ടൂസനായിട്ട് കയറാൻ വേണ്ടി പറ്റൂല, ഭയങ്കര വലിയ കയറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും വന്ന വഴിക്ക് പറഞ്ഞെങ്കിൽ പോലും നമുക്കതെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെയായിരുന്നു കയറി വരാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിലുള്ള ഈശ്വർ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കോണ്ടാക്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് കാഠ്മണ്ഡുവിൽ ബാക്കി കറങ്ങാനൊക്കെയുള്ള മൊത്തത്തിലുള്ള പ്ലാൻ ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ കറങ്ങാൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ നമുക്ക് കാഠ്മണ്ഡുവിൽ വേറെ 2-3 കോണ്ടാക്റ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കറയിലേക്കും അവിടെ നിന്ന് വീണ്ടും കാലിക്കോട്ട് വഴി നമ്മൾ ഉത്തരാഖണ്ഡ് വഴിയാണ് വീണ്ടും ഇന്ത്യയിലേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യണത്.
അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള ആ പുള്ളിക്കാരൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പുള്ളിക്കാരൻ, ഈശ്വർ എന്നാണ് പേര്. ഈശ്വർ ആയി. അപ്പോൾ പുള്ളിക്കാരന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ വർക്കിംഗ് സ്പേസിലാണ്. അതിൻ്റെ താഴെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ കഫേയിൽ ഇപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുള്ളൂ. ഇവിടെ നിന്ന് ഇനി നാളെ ഇരിക്കുള്ളൂ. നമ്മൾ അടുത്തൊരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടാക്റ്റിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മുടെ അടുത്ത യാത്രയുടെ പ്ലാനുകളെല്ലാം ചെയ്യാൻ വേണ്ടി പോണത്. അങ്ങനെ ഇപ്പോൾ ഈശ്വർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഓക്കെ, താങ്ക് യു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോകാനായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ബൈക്കിൽ വരെ നമ്മളോട് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് കുട്ടൂസനെ നമുക്ക് ക്യാബിൽ കയറ്റിയിട്ട് അങ്ങോട്ട് ഹോട്ടലിലേക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ബൈക്കിനെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും നേരെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡു സിറ്റി കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്ട്. ഇപ്പോൾ വൈകുന്നേരം സമയം എന്ന് പറഞ്ഞാൽ 4:30 കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാരെല്ലാം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈശ്വർ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒപ്പം വന്നിട്ടിരിക്കണം. ഈശ്വർ എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ പുറകിൽ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കണതാണ്. പുള്ളിക്കാരൻ ബുള്ളറ്റിലാണല്ലോ. നമ്മൾ കുട്ടൂസനായിട്ട് ഗ്യാപ്പിൽ കൂടിയൊക്കെ കയറി ഇപ്പോൾ ഈ വഴിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മളിവിടെ ഒരു മന്ദിർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിറയെ കുരങ്ങന്മാരും ഉള്ളിൽ കുറേ ബാബന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാശ്രമമാണ്. നല്ല ട്രാഫിക്കുണ്ട്. അപ്പോൾ ഈശ്വർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. നമ്മൾ കുട്ടൂസനായിട്ട് ബ്ലോക്കിൽ പിടിച്ചോണ്ടിരിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതാ കാഠ്മണ്ഡു മാളാണ് കേട്ടോ നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. കുട്ടൂസൻ എന്ത് ബ്ലോക്ക്, വഴി ഒരുക്കറ. ആ മൂഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഈശ്വർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ യോഗിൻ എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ നമുക്കൊരു റൂം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഇപ്പോൾ നമ്മൾ ആ കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഉണ്ട്. അത് കാരണം നമ്മളോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിനെ തന്നെ വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹോസ്റ്റലിലെ ചേട്ടനൊക്കെ ആയിട്ട് നല്ലോണം പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിൽ നമ്മളിന്ന് നിൽക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നാളെ പുള്ളിക്കാരൻ നമ്മളോട് ചോദിച്ചായിരുന്നു എത്ര ദിവസത്തേക്ക് ഇവിടെ നിൽക്കണുണ്ടെന്ന് ചോദിച്ചായിരുന്നു. ഞാനപ്പോൾ ഒരു ദിവസത്തേക്ക് മതി, നാളെ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ദിവസത്തേക്കാണ് നമ്മൾ റൂം എടുത്തേക്കണത്. അപ്പോൾ നാളെ 12 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ കുട്ടൂസനെല്ലാം നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് കുട്ടൂസനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഒരു ആംബിയൻസ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സിറ്റിയിൽ ഭയങ്കര തിരക്കിന്ന് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ഹോസ്റ്റലിലോട്ട് വന്നപ്പോഴേക്കും നല്ലൊരു ശാന്തിയാണ്. പിന്നെ നല്ലോണം കിടന്ന് ഉറങ്ങണം. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ റൂഫ് ടോപ്പിൽ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈശ്വർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തന്നെ പേ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളോട് മേളിൽ പോയിട്ട് എന്താ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. റൂം കാണിച്ചു തരാട്ടെ ഇന്നത്തെ. അപ്പോൾ കുറേ ദിവസം കാട്ടിലും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിരുന്നല്ലോ നമ്മൾ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നല്ലൊരു ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പിന്നെന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് എത്തിയേക്കണം. ഇന്നെന്തായാലും ഈ റൂമിൽ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യും.
അങ്ങനെ നമ്മള് റൂമിൽ കയറിയതും റൂം മൊത്തം അലമ്പായിട്ടുണ്ടാ. മൊത്ത സാധനങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ പവർ ബാങ്കുകൾ അതുപോലെ തന്നെ ചാർജറെല്ലാം എടുത്ത് ഇപ്പോൾ കുത്തിയിട്ടേക്കണാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വലിച്ചേറിയിട്ടേക്കണം. ഒന്ന് അറേഞ്ച് ചെയ്യണം മൊത്തത്തിൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്ത് വന്നുകൊണ്ടിട്ടായിരുന്നു.